Welcome to the Language Mill. Here, everyone is an artist. ഇത്രയും ദിവസം സംസാരിച്ച കാര്യങ്ങളെ പറ്റി ഒന്ന് റീക്യാപ്പ് ചെയ്തെടുക്കാം. ഒരു ഡ്രോയിങ് താല്പര്യപ്പെട്ട് കഴിഞ്ഞാൽ, ഡ്രോയിങ് വരയ്ക്കണം താല്പര്യപ്പെട്ട് കഴിഞ്ഞാൽ എസെൻഷ്യൽ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. അത് രണ്ട് ടൂൾസ്. അത് ഒന്ന് നമ്മുടെ സ്കെച്ച് ബുക്ക്. എവിടെയെങ്കിലും വരയ്ക്കണമല്ലോ, ആ പേപ്പറിൽ വരയ്ക്കണം. ആ പേപ്പർ കളക്റ്റീവാക്കി വയ്ക്കാൻ ഒരു സ്കെച്ച് ബുക്ക്. രണ്ടാമത്തത് പെൻസിൽ, ഷാർപ്പൻ ചെയ്ത പെൻസിൽ. ഇത് രണ്ടും ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതിന് എന്ത് വരയ്ക്കും, ആ വരയ്ക്കണ കാര്യത്തെ പറ്റിയാണ് നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്തത്. അതായത് അത് എന്തായിരിക്കണം വരയ്ക്കേണ്ടത്, ആ സബ്ജക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇത്. സബ്ജക്റ്റ് എവിടെ നിന്ന് കണ്ടുപിടിക്കാം? ഒന്ന്, നമ്മുടെ ഇമാജിനേഷനിൽ നിന്ന്. രണ്ട്, നമ്മളുടെ ചുറ്റുപാടിൽ നിന്ന്. മൂന്ന്, നമ്മുടെ നേച്ചറിൽ നിന്ന്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പോവാം. ഇമാജിനേഷനിൽ നിന്ന് ഒരു ഡ്രോയിങ് ഉണ്ടാക്കണം. ഇമാജിനേഷൻ ഡ്രോയിങ് ഞാൻ ആദ്യം തന്നെ അത് നമുക്ക് ഏറ്റവും ഫേവറബിളായിട്ട് എന്തെങ്കിലും കാര്യം ഉള്ളിൽ തോന്നുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു വസ്തു നമ്മൾ വരയ്ക്കും. ഞാനൊരു തെങ്ങ് വരയ്ക്കുകയാണ് വിചാരിക്കും. നമുക്ക് ഏറ്റവും ചുറ്റുപാടും കാണുന്ന ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു വൃക്ഷം തെങ്ങ് വരയ്ക്കുക. അപ്പം തന്നെ ബ്രെയിനിലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു. എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലാണ് ആ തെങ്ങ് ഇരിക്കണം. അത് ഞാൻ വരച്ചു തുടങ്ങുമ്പോൾ ചുവട്ടിൽ നിന്ന് തന്നെ വരച്ചു തുടങ്ങും. പെൻ വരച്ച് ഡ്രോയിങ് മുകളിലേക്ക് കൊണ്ടുപോയി എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറേ ഇലകൾ, ഏതൊക്കെ ഡയറക്ഷനിലാണ് ഇലകൾ നിൽക്കണമെന്ന് ആ ഇലകൾ വരച്ചു. ഇലകളിലെ തെങ്ങോലകൾ. എന്നിട്ട് അതിലെവിടെയൊക്കെ നമുക്ക് തേങ്ങകൾ കാണാൻ പറ്റും, അതിൻ്റെ സീഡ്സ് എവിടെയൊക്കെ കാണാൻ പറ്റും, എത്ര ഇലകൾ മേൽപോട്ട് പൊങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ സർഫസ് എവിടെയാണ് ഈ തെങ്ങ് നിൽക്കുന്നത്, കടലോരത്താണോ അതോ നമ്മുടെ ചുറ്റുപാട് തന്നെയാണ്, പറമ്പിൽ തന്നെ നിൽക്കുന്ന തെങ്ങാണ്. അത്രയും നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രോയിങ് നമ്മൾ ഇമാജിനേഷനിൽ നിന്ന് നമ്മുടെ സ്കെച്ച് ബുക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനിയിപ്പോൾ ഇത് ടഫായിട്ട് പ്രൊസീജിയറാണെന്ന് നമുക്ക് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഡൈനിങ് ടേബിളിൽ നിന്ന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് നമ്മൾ ആഹാരം കഴിക്കുന്നതിനായിട്ട് നമ്മൾ ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് എത്തിയേ പറ്റൂ. അപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാവും. കറി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ, അതിനകത്തുള്ള ചോറ് വെച്ചിരിക്കുന്ന പാത്രങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എപ്പോഴും നമുക്ക് ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, കോഫി മഗ്. രാവിലെ തന്നെ കാപ്പി കുടിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് കോഫി മഗ് എടുത്തു വെച്ചു. കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു 5 മിനിറ്റ് കിട്ടുന്ന സമയത്ത് നമ്മളുടെ ഈ കോഫി മഗിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ സ്കെച്ച് ബുക്കിലേക്ക് ആക്കാൻ പറ്റും. അപ്പം ആ സമയത്ത് നമുക്ക് കോഫി മഗ് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു. വി ആർ ലുക്കിംഗ് ഇൻ ടു സോ മെനി എലമെൻറ്റ്സ്. അതിൽ നിന്ന് നമ്മൾ കോഫി മഗ് ഐഡൻറ്റിഫൈ ചെയ്തു. കോഫി മഗിന് വി ആർ സീയിങ് ഇറ്റ്. ഞാൻ ഡെലിബറേറ്റ്ലി 2 വാക്ക് പറയുകയാണ്. ഒന്ന് ലുക്കിംഗ്, രണ്ടാമത് സീയിങ്. ഇത് നമ്മൾ ഒബ്സർവേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ്. നമ്മൾ ഒത്തിരി സാധനങ്ങൾ നോക്കുന്നുണ്ട്. അത് നമ്മൾ ലുക്കിംഗ് അറ്റ് ഇറ്റ്. അതേസമയം നമ്മൾ ഒരു സബ്ജക്റ്റ് കണ്ടു, അതിനകത്തേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമ്മുടെ ആർട്ടായിട്ട് അല്ലെങ്കിൽ ഡ്രോയിങ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വി ആർ സീയിങ് ഇറ്റ്. ആക്ച്വലി വി ആർ സീയിങ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. ആ ഡീറ്റെയിലായിട്ട് കാണുന്നതിന് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ആ പ്രോസസ്സിനാണ് നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞത്. ഈ ഒബ്സർവേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ കോഫി മഗ് വരയ്ക്കുകയാണെങ്കിൽ കോഫി മഗിൻ്റെ അതിനകത്ത് കോഫി മഗ്ഗും എന്നുള്ളത് പോസിറ്റീവ് സ്പേസും, കോഫി മഗിൻ്റെ അല്ലാത്ത ഭാഗങ്ങളും നെഗറ്റീവ് സ്പേസ്. ഇത് നമുക്ക് ഡീറ്റെയിലായിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം.